ചോദ്യം ചെയ്യലിൽ വലഞ്ഞ് വീണ. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഇന്ന് ED ചോദ്യം ചെയ്തത് 8.5 മണിക്കൂറാണ്. രാവിലെ 10:30 കൊച്ചിയിലെ സോണൽ ഓഫീസിൽ വീണ എത്തി. അരമണിക്കൂർ കാത്തുനിന്നു. 11 മണിയായപ്പോൾ, കൃത്യം 11 മണിയായപ്പോഴേക്കും വീണയെ ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് വിളിച്ചു. പിന്നീട് 7:50 ആയപ്പോഴേക്കും വീണ പുറത്തിറങ്ങി. വൈകുന്നേരം 7:50 ആയപ്പോൾ. അപ്പോൾ ഏകദേശം 8.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ്. അപ്പോൾ പുറത്ത് അറിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് വീണയെ ചോദ്യം ചെയ്തത് ഈ രേഖകൾ വെച്ചുകൊണ്ടാണ്. 134 രേഖകളാണ് EDയുടെ കയ്യിലുള്ളത്. എക്സാജോളജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിൻ്റെ രേഖകൾ. ആ രേഖകൾ SFIOയുടെ പക്കൽ നിന്നും കോടതി മുഖേന ED ശേഖരിക്കുകയും മറ്റ് തെളിവുകൾ, വീണയുടെ വീട് റെയ്ഡ് ചെയ്ത് കിട്ടിയ തെളിവുകൾ, ഫോൺ അടക്കമുള്ള രേഖകളൊക്കെ വെച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്തു. 8.5 മണിക്കൂറത്തെ ചോദ്യം ചെയ്തതിനു ശേഷം വീണ പുറത്തിറങ്ങി. ആരോടും, മാധ്യമപ്രവർത്തകരടക്കം ആരോടും സംസാരിക്കാതെയാണ് വീണ അങ്ങോട്ട് പോയതും തിരികെ ഇറങ്ങിയതും. അത് വീണ ഇറങ്ങണ്ട. വരാൻ പറ അല്ല മറ്റേത് വരാം. ഭർത്താവായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസിനൊപ്പം രാവിലെയാണ് അദ്ദേഹം ഒരു കറുത്ത കാറിലാണ് രണ്ടുപേരും എത്തിയത്. അപ്പോൾ അതിനുശേഷം പിന്നീട് എന്തൊക്കെയാണ് അതിനുള്ളിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തു തന്നെയായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കടുത്ത നടപടികളിലേക്ക് പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പലരും കരുതി ഇന്ന് ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകുമെന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അത്രമാത്രം തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ തെളിവുകൾ വെച്ചുകൊണ്ട് വീണയെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീണയെ ഇന്നൊരു പക്ഷേ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിനെ കാണുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് വീണയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ ഹാജരാകേണ്ടതായിരുന്നു. അന്ന് അസുഖം മൂലം തനിക്ക് വരാനാവില്ല എന്ന് വീണ അറിയിച്ചിരുന്നു. അഭിഭാഷകൻ മുഖേന ED ആവശ്യപ്പെടുന്ന രേഖകൾ തരാമെന്നും വീണ അറിയിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അവധി അപേക്ഷ ED സ്വീകരിക്കുകയും അതിൻ്റെ ഫലമായി ഇന്ന് ഹാജരാകാൻ വീണയോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിനനുസരിച്ച് വീണ കൃത്യം 10:30 തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തി. 11 മണിക്ക് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 7:50 ആയപ്പോഴേക്കും വീണയെ ചോദ്യം ചെയ്യുന്ന മുക്തരാക്കി. ഇനി എന്നാണ് അടുത്ത ചോദ്യം ചെയ്യൽ, അതിൻ്റെ EDയുടെ അടുത്ത നടപടി എന്താണ് എന്നതിനെ സംബന്ധിച്ച് അടുത്ത ദിവസം നമുക്കറിയാൻ കഴിയും. കാരണം ഇന്ന് ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ED വളരെ വിശദമായി പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത ചോദ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യം ED വിലയിരുത്തും. ആ വിലയിരുത്തലിന് ശേഷമായിരിക്കും വീണയെ വിളിച്ചു വരുത്തുക. യഥാർത്ഥത്തിൽ EDക്ക് 2-3 കാര്യങ്ങളാണ് വ്യക്തത വരുത്തേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2017 എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള കരാർ 2017 ഈ പണമിടപാട് തുടങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2017 ജനുവരിയിലാണ്. ഈ കാലയളവിൽ വീണയ്ക്ക് 2,70,00,000 രൂപ കൊടുത്തു എന്നുള്ളതാണല്ലോ EDയുടെ ഒരു പ്രശ്നം. അത് എങ്ങനെയാണ്, എന്ത് സേവനം നൽകിയതിനാണ് ഈ 2,70,00,000 രൂപ CMRൽ നിന്നും വീണ കൈപ്പറ്റിയത് എന്നുള്ളതാണ് EDയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളതാണ് വീണയുടെ മുന്നിലെ പ്രശ്നം. ആ ചോദ്യം ചെയ്യലിൽ വീണ എത്രത്തോളം ഇതിന് ക്ലാരിറ്റി നൽകിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ അറിയില്ല. മറ്റൊന്ന്,
ED-യുമായി ബന്ധപ്പെട്ട വീണയുടെ ഒരു പ്രശ്നം 50 ലക്ഷം രൂപ CMRL അനുബന്ധ കമ്പനിയായിട്ടുള്ള എംപവർ ക്യാപിറ്റൽ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും 50 ലക്ഷം രൂപ വീണ വായ്പ എടുത്തിരുന്നു. ഈ വായ്പാ തുക എന്തിനാണ് വീണ എടുത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് 50 ലക്ഷം രൂപ വായ്പ വാങ്ങിയത്? ഒപ്പം തന്നെ ഈ 50 ലക്ഷത്തിൽ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചുള്ളൂ. അപ്പോൾ ബാക്കി തുക എന്തുകൊണ്ട് തിരിച്ചടച്ചില്ല? എന്തിനാണ് ഈ 50 ലക്ഷം രൂപ വായ്പ വാങ്ങിയത് എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ തന്നെ ഈ 4 ലക്ഷം രൂപ മാത്രമേ അടച്ചുള്ളൂ, ബാക്കി വായ്പ മുടങ്ങിയത് എന്തിനാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ED-ക്ക്. ആ ചോദ്യങ്ങൾക്കാണ് വ്യക്തത വരുത്തേണ്ടത്. അപ്പോൾ 2 തരത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. ഒന്ന്, ഈ ക്വസ്റ്റ്യനെയർ കൊടുക്കും, അതായത് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ അവർക്ക് ക്ലാരിറ്റി വേണ്ട ചോദ്യങ്ങൾ എഴുതി ഈ പറയുന്ന ആൾക്ക് കൊടുക്കും. അപ്പോൾ അതിന് രേഖാമൂലം അവിടെ തന്നെ ഇരുന്ന് നമ്മൾ പരീക്ഷയൊക്കെ എഴുതുന്നത് പോലെ തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി നൽകേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ഒരു 10-15 ചോദ്യമായിരിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് അവിടെ നിന്ന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് വീണ്ടും വിളിച്ചു വരുത്തുമ്പോൾ അടുത്ത ചോദ്യം കൊടുക്കും. അപ്പോൾ ഈ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളെല്ലാം തെളിവായിട്ടാണ് ED മാറ്റുന്നത്. കാരണം ഈ റിട്ടേൺ ആയിട്ടുള്ള അയാളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഈ ഉത്തരങ്ങൾ അതാണ് കോടതിയിൽ ED തെളിവായി നൽകുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമായി കേന്ദ്ര ധനമന്ത്രിയായിരുന്ന P. ചിദംബരത്തെ ഇത്തരത്തിലാണ് ED ചോദ്യം ചെയ്തത്. അല്ലാതെ നേർക്കുനേർ വന്നിരുന്ന് ചോദ്യം ചെയ്യുന്ന രീതിയായിരുന്നില്ല. ചിദംബരത്തിന് മുൻകൂട്ടി തയ്യാറാക്കി കൊടുത്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഉത്തരങ്ങൾ എഴുതി നൽകാനായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ വീണയോട് അങ്ങനെയല്ല ചോദിച്ചത്, നേരിട്ടും ED ചോദിക്കുക. അതാണ് ED രണ്ടാമത്തെ ഒരു ചോദ്യം ചെയ്യൽ രീതി. ആളെ വിളിച്ചിരുത്തി ആരിൽ നിന്നാണോ വിശദീകരണം വേണ്ടത് അയാളെ വിളിച്ചിരുത്തി അഭിമുഖം നടത്തുന്നത് പോലെ മുഖാമുഖം നോക്കി ചോദ്യം ചെയ്യൽ രീതിയാണ്. അപ്പോൾ ആ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. വീണയോട് അത്തരത്തിൽ മുഖാമുഖമാണ് ഈ 8.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിലൂടെ ED നടത്തിയിരിക്കുന്നത്. അല്ലാതെ എഴുതി വാങ്ങുന്ന രീതി ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീണയെ ഇന്ന് തൽക്കാലം വീണയ്ക്ക് ഇന്ന് ആശ്വസിക്കാം. കാരണം അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ ED-യുടെ ഒരു പ്രത്യേകത, ഈ ED-യുടെ മുൻപാകെ നൽകുന്ന മൊഴി ED-ക്ക് കോടതിയിൽ തെളിവായി കൊടുത്തുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ED-യുടെ ഒരു അധികാരം. അങ്ങനെയാണ് ED-യുടെ അധികാരം ഇരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ED-യുടെ മുൻപാകെ നൽകുന്ന മൊഴി അത് കോടതിയിലെ തെളിവായിട്ട് മാറും എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ഇന്ന് വീണയെ സംബന്ധിച്ച് ഒരു ആശ്വാസ ദിവസമാണ്. അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസം ഏതാണ് എന്നുള്ള കാര്യം ED അറിയിക്കും. അത് ഒരുപക്ഷെ ചിലപ്പോൾ നീണ്ടേക്കാം. ഇന്ന് ഈ 8.5 മണിക്കൂർ നീണ്ട ഈ മൊഴിയെടുപ്പ് അത് വിശകലനം ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ED-ക്ക് വീണ്ടും സംശയമുണ്ടെങ്കിൽ അവിടെ വീണ്ടും ക്വസ്റ്റ്യൻ തയ്യാറാക്കി അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സിന് എത്ര സമയമെടുക്കും എന്നതിനെ സംബന്ധിച്ചിരിക്കും അടുത്ത തീയതി നിർണ്ണയിക്കുക. അപ്പോൾ ആ തീയതി നിർണ്ണയിച്ചു കഴിഞ്ഞാൽ വീണയ്ക്ക് വീണ്ടും അവിടെ പോകേണ്ടി വരും. അതുകൊണ്ട് വീണ വീണ്ടും ഹാജരാകേണ്ടി വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് 8.5 മണിക്കൂർ നീണ്ടു നിന്ന ആ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെയാണ് വീണയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യം വ്യക്തതയില്ല. എന്തു തന്നെയായാലും ED അവരുടെ മുന്നിലുള്ള ഈ 134ഓളം വരുന്ന തെളിവുകൾ, രേഖകൾ, SFIO കോടതിയിൽ നിന്നും വാങ്ങിയിട്ടുള്ള രേഖകളുടെ കോപ്പികളടക്കമുള്ള തെളിവുകൾ നിരത്തിയാണ് ഈ വീണയെ ചോദ്യം ചെയ്തത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അത്തരത്തിൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത അതിൽ എല്ലാത്തിലും വ്യക്തത വരുന്ന ഒരു സമയം എന്തായാലും 8.5 മണിക്കൂർ കൊണ്ട് കഴിയില്ല. അപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് വീണയെ വിധേയമാക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ ദിവസം വീണയ്ക്ക് എല്ലാം കൊണ്ടും ആശ്വാസകരമാണ്. അറസ്റ്റ് പോലുള്ള നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.